ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നാം പെസഹ പെരുന്നാൾ ആചരിക്കുകയാണ്. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നുപോക്ക് എന്നാണ്. അടിമ വീടായിരുന്ന മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽക്കാർ സ്വാതന്ത്ര്യം പ്രാപിച്ച് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വിടുതൽ ലഭിക്കുന്നതിന് ഇടയായ മറ്റൊരു സാഹചര്യം അവരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയൊക്കെ രക്ഷിച്ചതായ ഒന്നാണ്. സംഹാരദൂതൻ അവരുടെ വീടിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയ സന്ദർഭം, അതിനാണ് അവരെ കടന്നുപോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടർത്ഥത്തിലും യഹൂദന്മാർ മിസ്രൈമിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് കടന്നുപോയതും സംഹാരദൂതൻ അവരെ കടന്നുപോയതും ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഉദ്ദേശിക്കുന്നു. ഈ പെരുന്നാൾ യഹൂദന്മാർ ആചരിച്ചു, ക്രിസ്തുവും ആ പെരുന്നാൾ ആചരിച്ചു. പക്ഷേ ക്രിസ്തു പുതിയ നിയമ പെസഹായാണ് ആചരിക്കുന്നത്. അവിടെ ആടിൻ്റെ ബലിയും മറ്റുമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ബലിയാണ് നടക്കുന്നത്. യേശുക്രിസ്തു പെസഹ പെരുന്നാൾ ദിവസം സാധാരണ ഭക്ഷണത്തിന് ശേഷം അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരമെന്നും ഇതിൻ്റെ രക്തമെന്നും പറഞ്ഞ് ശിഷ്യന്മാർക്ക് നൽകി. അത് തൻ്റെ അത്താഴമായിരുന്നു എന്നുള്ളതും കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഇതാണ് സഭ തുടരുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് എപ്പോഴും ചെയ്യുവിനെന്ന് പറയുന്നു. ആ ശുശ്രൂഷയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ഡെലിവറൻസ്. വിടുതലിൻ്റെ ഒരു ഫീസ്റ്റാണ്, വിരുന്നാണ്, പെരുന്നാളാണ്. എന്ന് പറഞ്ഞാൽ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതാണ്. ലോകത്തിൽ ഇന്ന് യുദ്ധങ്ങളുടെയും മദ്യമയക്കുമരുന്ന് ലഹരികളുടെയും ഒക്കെ അടിമത്വത്തിൽ ജീവിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർക്ക് വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് ഈ പെസഹ പെരുന്നാളിൽ. അതാണ് പെസഹ പെരുന്നാളിൻ്റെ സന്ദേശം. രണ്ടാമത്, പെസഹ നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ കരുതലാണ്. സംഹാരദൂതൻ അവരെ കടന്നുപോയി എന്ന് മാത്രമല്ല, അവർ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കനാൻ നാട്ടിലേക്ക് യാത്രയ്ക്ക് മുഴുവൻ സമയവും ദൈവം അവർക്ക് മുമ്പിൽ വഴി കാണിക്കുന്ന മണലാരണ്യത്തിലെ വിളക്കായിട്ട് രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും കൂടെ അവർ വഴി നടത്തി കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവജനം ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ കരുതൽ അവർക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ കരുതലും കാവലുമാണ് നമുക്കെന്നും ഉണ്ടാകേണ്ടത്. ഈ സമൂഹത്തിന് ദൈവത്തിൻ്റെ കരുതലുണ്ടാകാൻ പ്രത്യേകം നാം പ്രാർത്ഥിക്കണം. അതുപോലെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും പ്രതികൂലങ്ങളിലും കടന്നു പോകുന്ന ഒരു ലോകമാണെന്നുള്ളത്. ഉക്രൈനിലെ ജനങ്ങൾ ഇന്ന് വിലാപത്തിൻ്റെ കരാളഹസ്തത്തിലാണ്. അതുപോലെ ഗാസയിലെ ജനങ്ങളും അതുപോലെ തന്നെയാണ്. ഇവിടെയൊക്കെയും അവർക്ക് യഥാർത്ഥമായിരിക്കുന്ന സംരക്ഷണം ദൈവം നൽകി ആ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഉള്ളത് ദൈവത്തിൻ്റെ സ്വർഗീയമായ വിരുന്നിലേക്കുള്ള യാത്രയാണ്. ഞാൻ ഈ ഫീസ്റ്റ് നിങ്ങളോടുകൂടെ ഇനി കഴിക്കുകയില്ല, ദൈവരാജ്യത്തിലെ നിങ്ങളോടുകൂടെ ഇനി ആവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെസഹ നമുക്ക് എ ഹോപ്പ് ഓഫ് എറ്റേണിറ്റി, ലൈഫ് ഇൻ എറ്റേണിറ്റിയാണ് നമുക്ക് നൽകുന്നത്. ആ എറ്റേണിറ്റിയിലേക്കുള്ള യാത്രയ്ക്ക് സജ്ജമാകുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മളെ ഈ പെസഹ പെരുന്നാളിൽ ദൈവികമായ തുറമുഖത്തേക്ക് കൊണ്ട് എത്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമായ നിത്യ സൗഭാഗ്യം തരുവാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.